ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പം ഗോവയിലാണ്. അപ്പം ഇവിടുന്ന് ഇപ്പം രാവിലെ 7:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി അടുത്തത് മഹാബലേശ്വർ പോകാന്നൊരു പ്ലാനിലാണ് അല്ലേ? അതെ അതെ, മുംബൈ വരെ ആക്ച്വലി 14 മണിക്കൂർ ഡ്രൈവാണ്. എവിടെ എത്തുമെന്ന് അറിയത്തില്ല. മുംബൈ ശ്രമിക്കും, നടന്നില്ലെങ്കിൽ ഞങ്ങൾ മഹാബലേശ്വരിൽ സ്റ്റേ അടിക്കും. അതെ, അതാണ് പ്ലാൻ. അപ്പം നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചർച്ചാണ് ഗോവയുടെ ഭംഗി ചർച്ചസും ബീച്ചസുമാണ്. നമുക്ക് ഉടനെ അടുത്ത ചർച്ചയും കൂടെ കാണാൻ സാധിച്ചു. നമ്മളിപ്പം ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കൂടിയൊക്കെ, അതായത് ഇടുക്കി കൂടിയൊക്കെ പോകുന്ന ഒരു ചെറിയ ഫീലാണ്. NSSസിലൊരു കൺസ്ട്രക്ഷനാണ്. താഴെ റോഡ് നന്നായിട്ടൊരു മല വെട്ടിയെടുത്ത പോലെ റോഡ് വെട്ടിയെടുത്ത് പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം വരുന്ന വഴിയിൽ കാഷ്യൂവിൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കുറച്ച് കാഷ്യൂ ഒക്കെ മേടിക്കാമെന്നുള്ളൊരു രീതിയിലാണ്. അപ്പം ഇത് കിലോ 700, 800, 900 രൂപയാണ് കാഷ്യൂവിൻ്റെ റേറ്റ് ഇവിടെ. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങും പ്രോസസ്സിങ്ങും എല്ലാം കാണാം. കാഷ്യൂവിൻ്റെ പ്രോസസ്സിങ്ങാണ് ഇപ്പം നമുക്ക് കാണുന്നത്. ഫ്ലേവേർഡ് കാഷ്യൂ, പിന്നെ ഒരു ഇത് സ്വീറ്റാണോ? സ്വീറ്റും മേടിച്ചിട്ടുണ്ട്. ശിവദുർഗ കാഷ്യൂ ഫാക്ടറി എന്നാണ് ഇതിൻ്റെ പേര്. ഫാക്ടറി ഔട്ട്ലെറ്റാണ്. ഡ്രയറും കാര്യങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ നമ്മൾ മേടിച്ച കാഷ്യൂ പൊട്ടിച്ചു. ഫ്ലേവേർഡ് കാഷ്യൂ ആണ് പൊട്ടിച്ചത്. പെപ്പറിൻ്റെ ആണ്. NH48 ഒരു ചെറിയ വഴിയാണിത്. ചെറിയ ഡീവിയേഷൻ കണ്ട് ഞങ്ങൾ കയറിയതാണ്. വളരെ ചെറിയ ഒരു വഴിയല്ലേ? ഗ്രാമങ്ങളിൽ കൂടെയൊക്കെയാണ് പാസ് ചെയ്തത്. മുളക്കാടുകളാണ് സൈഡിൽ കൂടെ കാണുന്നത്. വലിയ തിരക്കൊന്നുമില്ല. നമ്മളിപ്പം ആംബോലി ഹിൽ സ്റ്റേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് മഹാരാഷ്ട്രയിലുള്ളൊരു ഹിൽ സ്റ്റേഷനാണിത്. ഏകദേശം 2200 അടി ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ ഉള്ളത്. ഏകദേശം ഒരു 20 കിലോമീറ്റർ ഡ്രൈവാണ് ഈ റൂട്ടെന്ന് പറയുന്നത്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരും, ഫോട്ടോസൊക്കെ എടുത്ത് പോകാറുണ്ട്. ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ചെറുതായിട്ട് നമുക്ക് വഴി തെറ്റിയിരിക്കുകയാണ്. ഞാൻ ചുമ്മാ റോഡ് എടുത്തതാ, ബാക്കിന്ന് എടുത്തിട്ടില്ലല്ലോ. അരക്കൊടി അതെ സ്റ്റാർട്ട്. ഞങ്ങള് ഇടയ്ക്ക് കുറച്ച് വഴി തെറ്റിപ്പോയി. ഇവിടുന്ന് നേരെയായിരുന്നു ആക്ച്വലി കോലാപ്പൂർക്ക് പോകേണ്ടത്. ഞങ്ങൾ റൈറ്റ് ടേൺ എടുത്ത് ബൽഗാം വഴിക്ക് കയറി. ഞങ്ങൾ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ പോയി. ഇപ്പോൾ തിരിച്ച് മെയിൻ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫോണിന് നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ടാണ് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ആയത്. ഞങ്ങൾ വഴിയൊക്കെ തെറ്റിപ്പോൾ ഇപ്പം തിരിച്ച് റോഡിൽ വന്നു. ഇവിടെ ഒരാളോട് ചോദിച്ചു, റോഡൊക്കെ കൺഫേം ചെയ്തു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഖിലാണ് വണ്ടി ഓടിക്കുന്നത്. അതന്നെ, പഴയ രീതി വെച്ച് വഴി വായിലായിരിക്കുന്നതെന്ന് പറയുന്നല്ലേടാ. നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ഇത്. ആക്ച്വലി കുറച്ച് ഡ്രൈ ആണ്. പുല്ലൊക്കെ മൊത്തം ഉണങ്ങി, ചെറിയ ചെറിയ പുല്ലുകളാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പുറത്ത്. അവിടെ നിന്ന് തിരിഞ്ഞ് ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തി. ഇവിടെ നിന്ന് കോലാപ്പൂർക്ക് 110 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ കോലാപ്പൂർ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഇത് ചെറിയൊരു ഹോട്ടലാണ്. ഒതൻറ്റിക് മറാത്തി ഫുഡ് കിട്ടും എന്ന് വിചാരിക്കുന്നു.
നമ്മളിപ്പോൾ കഴിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ് മിസൽ പാവ്, പോഹ, ഒണിയൻ പക്കോട. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഞാനാണ് ഇവരുടെ ഒഫീഷ്യൽ ടേസ്റ്റർ. അതെ അതെ. പക്കോട ഇത് സാധാ നമ്മുടെ ഒരു ഉള്ളിവട പോലെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ആവാത്തെ. നയൻറ്റീൻ 27 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത്രയും പഴയൊരു റെസ്റ്റോറൻ്റാണ്. നമ്മളിപ്പോൾ വന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കോലാപ്പൂർക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 74 കിലോമീറ്ററാണ്. മുമ്പിൽ നമുക്ക് ഒരു കാളവണ്ടി കാണാം. അതെ. ഇൻഡിപെൻഡൻസിന് മുമ്പ് കോലാപ്പൂർ എന്ന് പറയുന്നത് മറാത്ത എംപയറിൻ്റെ അണ്ടറിലായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ന്യൂ പാലസ് ഉണ്ട്. പിന്നെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ അംബേദ്കറിൻ്റെ സ്റ്റാച്യു സ്ഥാപിച്ചത് കോലാപ്പൂരിലാണ് 1950. പിന്നെ ഈ ദസറ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഛത്രപതീസിൻ്റെ മെയ്ബാക്ക് കാറ് പബ്ലിക്കിന് പ്രദർശിപ്പിക്കുന്ന ഒരു ഒരു സംസ്കാരവും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ വഴിയിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്രൂട്ട്സിൻ്റെ കട കൊണ്ട് നിർത്തിയതാണ്. मौसम्बी और ऑरेंज है? ये मौसम्बी, ये ऑरेंज है। एप्पल, ग्रीन एप्पल, अंगूर। പുളിയുണ്ട് നല്ല. നമ്മളെല്ലാവരും തന്നെ കോലാപ്പൂരി ചപ്പൽസിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഈ കോലാപ്പൂരി ചപ്പൽസ് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നിർമ്മിക്കുന്നത് കോലാപ്പൂരിലാണ്. പോത്തിൻ്റെ തോല് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചപ്പലാണ് കോലാപ്പൂരി ചപ്പൽസ്. നമ്മുടെ നാട്ടിലേക്ക് ഒത്തിരി ഇവിടുന്ന് വരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വളരെ ചെറിയ റേറ്റിനാണ് നമുക്ക് ചപ്പൽസ് കിട്ടുന്നത്. പുറത്തേക്ക് വരുമ്പോഴത്തേക്കും റേറ്റ് കൂടി വരും. ഈ സ്ഥലത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് കരിമ്പാണ്. നമ്മുടെ ഇടത്തും വശത്തും ഒക്കെ ആയിട്ട് കരിമ്പ് കൃഷി ഒത്തിരി കാണാൻ സാധിക്കും. കാൽവണ്ടിയിൽ കരിമ്പ് കൊണ്ടുവന്ന മനോഹരമായ ഒരു കാഴ്ചയാണിത്. നല്ല സൂപ്പർ വഴിയാണ്. കോലാപ്പൂരിൽ നിന്നും മഹാബലേശ്വറിലേക്കുള്ള റൂട്ടിലാണ് ഞങ്ങളിപ്പോൾ. ഇവിടുന്ന് ഏകദേശം ഒരു 200 കിലോമീറ്ററാണ്. അതായത് 4.5 മണിക്കൂർ യാത്രയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. നമ്മളിപ്പം സത്താര എത്താറായി. ഇവിടുന്ന് ഇനി മുമ്പോട്ട് മഹാബലേശ്വർ ഗാർഡ് സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ട് സൈഡിലാണ് അടുത്ത ടോൾ ഗേറ്റ്. നമ്മൾ ഒരു വൺ വേ പോകുന്നവർക്ക് ഒരു ഏരിയയും അപ്പുറത്ത് വരുന്നവർക്ക് വേറെ ഏരിയ ആയിട്ട് ഒത്തിരി സ്ഥലം അതുകൊണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ മഹാബലേശ്വർ എത്താൻ പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 28 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഗാർഡ് സെക്ഷൻ കയറി തുടങ്ങി. മഹാബലേശ്വർ പോകുന്ന വഴിക്ക് പാഞ്ചാഗ്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ചെറിയ വ്യൂ പോയിൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. പുറകെ ഒരു നദിയെല്ലാം ഒഴുകുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. തണുപ്പൊക്കെ ആയി വരുന്നു. നമ്മളിപ്പം മഹാബലേശ്വരത്തെത്തി. ഇവിടെ നമ്മൾ ഒരു റൂം നമുക്ക് നല്ലൊരു രീതിയിൽ കിട്ടി. ആര്യ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റൂമാണ്. അത്യാവശ്യം പുതിയതായിട്ടുള്ള ടൗണിൽ തന്നെയാണ്, പുതിയ റൂമാണ്. നമുക്ക് റൂം കാണാം. നമ്മളിപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. ആക്ച്വലി ഞങ്ങൾ booking.com വേറൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അത് ഒരു പഴയ കെട്ടിടവും അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ എടുത്തിരിക്കുന്ന റൂം. ജസ്റ്റ് റൂം ഒന്ന് കാണിക്കാം. ഇതാണ്
ബാത്റൂം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.